അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 10ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ആഷിറു പാഠം 10 അൽ ഹയാത്തുൽ ബർസഖിയ്യ. മരണത്തോടെ നാം പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പരലോക ഭവനങ്ങളിൽ ആദ്യത്തേതാണ് ഖബർ. മരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും ഇടയിലുള്ള ഖബർ ജീവിതത്തിന് ബർസഖി ജീവിതം എന്ന് പറയുന്നു. ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയലാണ് മരണം. മരണാനന്തരം സജ്ജനങ്ങളുടെ റൂഹ് എല്ലീനിലും ദുർമാർഗികളുടേത് സിജ്ജീനിലുമായിരിക്കും. എങ്കിലും ഖബറിലുള്ള ശരീരവുമായി റൂഹിന് ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഖബറിലെ അനുഗ്രഹവും ശിക്ഷയും അനുഭവിക്കുന്നത് അതുവഴിയാണ്. മറമാടലിൽ പങ്കെടുക്കുന്നവരെ അറിയുകയും അവരുടെ ചെരുപ്പടി ശബ്ദം വരെ കേൾക്കുകയും ചെയ്യും. സിയാറത്ത് ചെയ്യുന്നവരെ കൊണ്ട് മയ്യിത്ത് ആനന്ദിക്കുന്നതും അവരുടെ സലാം കേൾക്കുന്നതും സലാം മടക്കുന്നതുമാണ്. ഖബറാളികൾക്ക് സലാം പറയേണ്ടത് ഇപ്രകാരമാണ്: അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർ ജീവിതം സജ്ജനങ്ങൾക്ക് ആനന്ദകരവും ദുർമാർഗികൾക്ക് ദുഃഖം നിറഞ്ഞതുമായിരിക്കും. നിസ്കാരം ഉപേക്ഷിക്കൽ, ഏഷണി, മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുദ്ധിയാക്കാതിരിക്കൽ മുതലായവ ഖബർ ശിക്ഷയ്ക്ക് കാരണമാണ്. എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് ഓതൽ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടൽ മുതലായവ കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുക്കളുടെയെല്ലാം ഖബർ സിയാറത്ത് ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യലും സുന്നത്താണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരലോക ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ. പാഠഭാഗം എന്താണെന്ന് മനസ്സിലായോ? ബർസഖിയായ ജീവിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് മരണമെന്നും മരണത്തിന് ശേഷം നമ്മൾ എവിടെയാണ് ജീവിക്കുന്നതെന്നും നമ്മുടെ റൂഹ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ശരീരം വിട്ട് റൂഹ് പിരിഞ്ഞു പോകുന്നതിനാണ് മരണമെന്ന് പറയുന്നത്, അല്ലേ? മരണാനന്തരം സജ്ജനങ്ങളുടെ റൂഹ് എല്ലീനിലും ദുർമാർഗികളുടെ റൂഹ് സിജ്ജീനിലുമായിരിക്കും. എങ്കിലും ഖബറിലുള്ള ശരീരവുമായി ഈ റൂഹിന് ബന്ധമുണ്ടായിരിക്കും. അതിലൂടെ ഖബറിൽ അനുഗ്രഹവും ശിക്ഷയും എല്ലാം അനുഭവിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഖബറിൽ ആരൊക്കെ അവരുടെ മറമാടലിൽ പങ്കെടുത്തു എന്നും അവരുടെ ചെരുപ്പടി ശബ്ദം വരെ കേൾക്കാൻ കഴിയുന്നതുമാണ്. അതുപോലെ തന്നെ ഖബറിലുള്ളപ്പോൾ ആരെങ്കിലും സലാം പറയുകയാണെങ്കിൽ അത് കേൾക്കാനും തിരിച്ച് സലാം മടക്കാനും ഒക്കെ അവരെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഖബറിലുള്ളവർക്ക് സലാം പറയേണ്ടത് എന്നും ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് പറയേണ്ടത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നാണ് നമ്മൾ സലാം പറയേണ്ടത്, അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഖബർ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരാക്കുന്നത് എന്ന് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഖബർ ശിക്ഷയ്ക്ക് വിധേയരാവുക? നിസ്കാരം ഉപേക്ഷിക്കൽ, ഏഷണി, മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുദ്ധിയാക്കാതിരിക്കൽ, ഇവയെല്ലാം ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. ഇനി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക, അതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഖബർ ശിക്ഷയെ തൊട്ട് കാവലിനെ തേടുക എന്നിവയിലൂടെയെല്ലാം ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുക്കൾ, ഇവരുടെ എല്ലാം ഖബർ സിയാറത്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതും ഒക്കെ എന്താണ്? സുന്നത്തായ കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ പരലോക ഭവനങ്ങളിൽ നമ്മുടെ ആദ്യത്തെ ഭവനം ഏതെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? ഖബറാണെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഉത്തരം എഴുതുക. 1. പരലോക ഭവനങ്ങളിൽ ഒന്നാമത്തേത് എന്ത്? ഏത്? ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ഖബറാണ് പരലോക ഭവനങ്ങളിൽ ഒന്നാമത്തേത്, അല്ലേ? നമുക്ക് പരലോക ഭവനങ്ങളിൽ ആദ്യത്തേതാണ് ഖബർ. അടുത്തത്, ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് എന്തിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്? മരണത്തിൻ്റെയും പുനരുദ്ധാരണത്തിൻ്റെയും ഇടയിലുള്ള ഖബർ ജീവിതത്തിന് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നു.
അടുത്തത്, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നത് എന്തല്ല? ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നത് എന്തല്ല? എന്തൊക്കെ കാര്യങ്ങളാണ് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്നത്? നിസ്കാരം ഉപേക്ഷിക്കൽ, ഏഷണി, മൂത്രമൊഴിച്ചാൽ നല്ലതുപോലെ ശുദ്ധിയാക്കാതിരിക്കൽ മുതലായവ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. ഇനി ഖബറാളികൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇങ്ങനെയാണ് സലാം പറയേണ്ടത്. അടുത്തത്, പൂരിപ്പിക്കുക. 1. സജ്ജനങ്ങളുടെ റൂഹ് ഡാഷിലും ദുർമാർഗികളുടേത് ഡാഷിലുമായിരിക്കും. എന്താണ്? സജ്ജനങ്ങളുടെ റൂഹ് എല്ലീനിലും ദുർമാർഗികളുടേത് സിജ്ജീനിലുമായിരിക്കും. അടുത്തത്, അൽ ഖബ്റു അവ്വലു ഡാഷ് അൽ ആഖിറ. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അടുത്തത്, വിവരിക്കാം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും? എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് ഓതൽ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ, ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടൽ മുതലായവ കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ ചോദ്യോത്തരങ്ങളും പാഠഭാഗവും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാഠവുമായി കാണും വരെ മഅസ്സലാമ.